ആന കള്ളനാന്ന് പറയില്ല. ആന കള്ളനായ ഞാൻ മാക്സിമം, അതായത് ഒരു ഇരിപ്പില് കളവിന്റെ കാര്യം ഈ കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ ബുദ്ധി, നമ്മുടെ തലച്ചോറ് അതിന് വേണ്ടിയിട്ട് സെറ്റാവും. അപ്പൊ ആ സമയത്ത് പറയുന്ന കുറെ കാര്യങ്ങൾ എന്ന് കരുതിയിട്ട് തലച്ചോറിൽ കള്ളം മാത്രമാണോ ഉള്ളത്, കുറുതകൾ മാത്രമാണോ ഉള്ളത്, അതുപോലെ സത്യം മാത്രമാണോ ഉള്ളത്, അതേപോലെ ദിവ്യബുദ്ധി മാത്രമാണോ ഉള്ളത്? എല്ലാതും തലച്ചോറിനുള്ളിൽ വേണ്ട. ഒരു ചെറിയ പെട്ടി, ഈ പെട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചുരുണ്ട് 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 കിടക്കുന്ന ചോറ്. ആ ചോറിൻ്റെ ഉള്ളിലാണ് ഈ സംഭവം ഉള്ളത്. ഇംഗ്ലീഷ് ഉണ്ടോന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ഉണ്ട്, ഹിന്ദി ഉണ്ടോന്ന് വെച്ചാൽ ഹിന്ദി ഉണ്ട്, തമിഴ് ഇருக்கு, ಕನ್ನಡ ಸ್ವಲ್ಪ ಇದೆಯಾ ಇದೆ, ತೆಲುಗು ಮಾತಾಡಬೇಕು ತೆಲುಗು ಇருக்கு. അങ്ങനെ അനവധി നിരവധി ഭാഷകളൊക്കെ ദേ ഈ സാധനത്തിൻ്റെ ഉള്ളിൽ ഇതിനെ നമ്മൾ എപ്പോഴും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കള്ളനുണ്ടോന്ന് വെച്ചാൽ കള്ളനുണ്ട്. ഞാൻ പറഞ്ഞ എല്ലാ സംഭവവും ഉണ്ട്, എല്ലാ കുരുത്തക്കേടും ഇതിൻ്റെ അകത്തുണ്ട്. എല്ലാവരുടെ അകത്തുണ്ട്, പലരുടെ അകത്തുണ്ട്. എല്ലാവരും ഒന്നും തുറന്നു പറയില്ല. തുറന്നു പറയാതിരിക്കുന്ന സമയത്താണ് ഈ പറഞ്ഞ പോലെ ആദ്യം പോലീസ് വന്നിട്ട് ചെക്ക് ചെയ്യും, പിന്നെ അത് കഴിഞ്ഞാൽ അതിൻ്റെ മേലേക്ക് ക്രൈം ബ്രാഞ്ച് വരും, അത് കഴിഞ്ഞാൽ CBI വരും, അത് കഴിഞ്ഞാൽ ഇപ്പോൾ NIA, ഇതൊക്കെ വരും. കോടതിയിലേക്ക് എത്തി അതിനെ തെളിയിച്ച് കാണിച്ചു കൊടുക്കുന്ന കുറേ സംഭവ വികാസങ്ങളാണ് നമ്മുടെ ഈ പറഞ്ഞ പോലെ ശബരിമലയിലെ കള്ളന്മാര്, പറഞ്ഞ പോലെ ദേവസ്വം ബോർഡിലെ കള്ളന്മാര്, ഇവരൊക്കെ പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഓരോരുത്തരുടെ ഉള്ളിലും കള്ളത്തരമുണ്ട്. പക്ഷെ അതായത് പൊസിഷനിലെത്തുമ്പോൾ കക്കരുതെന്ന്, അതായത് പൊസിഷനിലെത്തുമ്പോൾ കക്കരുത്.